വയനാട്ടിൽ ദുരന്തമുണ്ടായ ഭൂമിയിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തിയിട്ടുണ്ട്. അദ്ദേഹം സ്ഥലം സന്ദർശിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനൊപ്പം പാർട്ടി സെക്രട്ടറിയും അവിടെയുണ്ട്. വയനാട് ജില്ലാ സെക്രട്ടറി CPM-ന്റെ വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖിനെ കാണാം. മന്ത്രി AP അനിൽകുമാർ അവിടെയുണ്ട്. കാര്യങ്ങളൊക്കെ നേരിൽ നിരീക്ഷിക്കുകയാണ്. MV ഗോവിന്ദനെ ജയരാജനെ നമുക്ക് കാണാം. അപ്പോൾ നേതാക്കളൊക്കെ അവിടെ എത്തി ദുരന്ത മേഖലയിലേക്ക് സന്ദർശനം നടത്തുകയാണ്. ഇന്ന് അല്പസമയത്തിന് ദുരന്തമുണ്ടായി. ഇന്ന് മൂന്നാം ദിവസമാണ്. ഇന്നാണ് കാണാതായ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിരുന്നു അല്പസമയങ്ങൾക്ക് മുൻപ്. ഇനിയും 4 പേരെ കണ്ടെത്താനുണ്ട്. അവർക്കായുള്ള തിരച്ചിൽ അവിടെ സോണുകളിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെ 1ാമത്തെ സോണിൽ നിന്നാണ് ഒരു മൃതദേഹം കണ്ടെത്തിയത്. അവിടെ കൂടുതൽ കാര്യമായി പരിശോധനകൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പം ഈ പ്രദേശമൊക്കെ സന്ദർശിച്ച ശേഷം അവിടെ പ്രതികൂല കാലാവസ്ഥയാണ്, മഴയുണ്ട്. ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം പിന്നീട് ഈ ദിവസങ്ങളിലൊക്കെയും രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കിയത് ഈ മഴയായിരുന്നു. മഴയെ വകവയ്ക്കാതെയുള്ള തിരച്ചിലാണ് അവിടെ 500ഓളം പേരടങ്ങുന്ന ഒരു സംഘം നടത്തുന്നത്. അവിടെ കേന്ദ്ര സംഘമുണ്ട്, ജില്ലയിൽ നിന്നുള്ള സംഘമുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, മറ്റ് രക്ഷാപ്രവർത്തകരുണ്ടൊക്കെയും ചേർന്നുള്ള സംയുക്ത രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. അങ്ങനെ ദുരന്ത മേഖല നേരിൽ കണ്ട് വിലയിരുത്തുകയാണ് പ്രതിപക്ഷ നേതാവും പാർട്ടി സെക്രട്ടറിയും വയനാടിൻ്റെ ജില്ലാ സെക്രട്ടറിയും MV ജയരാജനും ഒക്കെയും ഉണ്ട് ആ ഭാഗത്തേക്ക്. മാധ്യമങ്ങളെയും ഒക്കെ ദുരന്ത ഭൂമിയിലേക്ക് പോകുന്നതിന് നിയന്ത്രണമുണ്ട്. ദുരന്ത ഭൂമി സന്ദർശിക്കുകയാണ് പിണറായി വിജയൻ. ഒരുപക്ഷെ ഇവിടെ സന്ദർശനം നടത്തിയതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമായിരിക്കും. ബെൻസൺ നമുക്കൊപ്പം ചേർന്നുണ്ട്. ബെൻസൺ, പ്രതിപക്ഷ നേതാവ് എത്തി, വിവരങ്ങൾ. സേതുലക്ഷ്മി, അല്പസമയം മുമ്പാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇവിടേക്ക് ഈ ദുരന്തമുഖത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. മന്ത്രി AP അനിൽകുമാർ പ്രതിപക്ഷ നേതാവ് വരുന്ന ഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം ഇരുവരും ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ പരിശോധനകളെല്ലാം തന്നെ തുടരുന്നുണ്ട്. ആ മേഖലയിലെത്തി എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ പരിശോധന നേരിൽ കണ്ട് കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവും മറ്റ് നേതാക്കളും ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ചെറുതായി മഴയൊക്കെ പൊടിയുന്നുണ്ട്. പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലേക്ക് തിരച്ചിൽ പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പ് വരെ കാലാവസ്ഥയൊക്കെ അനുകൂലമായിരുന്നു. കാര്യമായിട്ടുള്ള രീതിയിൽ തിരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. ഒരു മൃതദേഹവും അല്പസമയം മുമ്പ് സോൺ 1-ൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. മൃതദേഹം ഇപ്പോൾ മേപ്പാടിയിലെ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. നേതാക്കൾ മന്ത്രി AP അനിൽകുമാർ രാവിലെ തൊട്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ തിരച്ചിലടക്കമുള്ള കാര്യങ്ങൾ അതിന്റെ നേതൃത്വം, ഏകോപനമെല്ലാം തന്നെ അദ്ദേഹം നേരിട്ട് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ 1, 2, 3 എന്നീ സോണുകളിലാണ് ഇന്നിപ്പോൾ കാര്യമായിട്ടുള്ള പരിശോധന നടക്കുക. അതിൽ 1ാമത്തെ സോണിൽ നടത്തിയ പരിശോധനയിലാണ് അല്പസമയം മുമ്പ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. അത് കരാർ ജീവനക്കാരനായിട്ടുള്ള ഇവിടുത്തെ കമ്പനിയുടെ കരാർ തൊഴിലാളിയായിട്ടുള്ള ബീഹാർ സ്വദേശിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം എക്സ്കവേറ്റർ ഓപ്പറേറ്റർ ആയിരുന്നു എന്നുള്ളതാണ് അധികൃതർ നമ്മളെ അറിയിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ഇമ്രാൻ അൻസാരി എന്നുള്ളതാണ്. ബീഹാർ സ്വദേശിയാണ്, എക്സ്കവേറ്റർ ഓപ്പറേറ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ആ പോക്കറ്റിൽ നിന്ന് ഒരു മൊബൈൽ ഫോണും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ആ മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ അദ്ദേഹത്തിന്റെ തന്നെ ഫോട്ടോയും ഉണ്ടായിരുന്നു. അങ്ങനെ അതും മറ്റേ തൊഴിലാളികളെയും കാണിച്ച് അങ്ങനെയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ പുഴയ്ക്ക് സമീപത്തുള്ള അതിന് ചുറ്റുമുള്ള പാലത്തിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ വിശദീകരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യമെല്ലാം തന്നെ അവിടെയുള്ള മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, NDRFന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെയുണ്ട്. അവർ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്, എന്താണ് ഈ അപകട കാരണം എന്നതെല്ലാം തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കും. നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു തർക്കം ഇപ്പോഴും നിലനിൽക്കുകയാണത്. മണ്ണിടിച്ചിലല്ല ഉണ്ടായത് എന്ന ഒരു വാദം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ മണ്ണിടിച്ചിലാണ് ഉണ്ടായത് എന്ന മറുവാദം നിലനിൽക്കുന്നു. അപ്പോൾ അത് പരസ്പരം പഴിചാരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. മുൻ സർക്കാരിന്റെ മുകളിലേക്ക് പഴിചാരുന്നു. ഇപ്പോഴത്തെ സർക്കാരിന്റെ പ്രവൃത്തികളിലെ ഏകോപനക്കുറവാണ് അപകടത്തിന് കാരണമെന്നും ഒരു വിഭാഗം പറയുന്നു. അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് ഈ ഒരു അപകടവുമായി സംബന്ധിച്ച് നിലനിൽക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഇവിടേക്ക് ഈ പരിശോധനയ്ക്കായി അല്ലെങ്കിൽ സ്ഥലം സന്ദർശിക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്നലെ രാവിലെയോടുകൂടി തന്നെ ഈ പാലത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന മണ്ണ് പൂർണ്ണമായും തന്നെ നീക്കിയിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ വാഹന ഗതാഗതം, കാരണം പാലം കടന്ന് അക്കരയ്ക്ക് പോയാലാണ് ചൂരൽമല അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതും
ആ പ്രദേശമെല്ലാം തന്നെ മണ്ണ് മാറ്റി വാഹന ഗതാഗതം സുഗമമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രി ടി സിദ്ദിഖ് ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പരിശോധന ഏത് നിലയിലാണ് എന്ന കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹവും എത്തി ആ കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം പ്രതിപക്ഷ നേതാവ് ഈ സന്ദർശനത്തിനായി എത്തിയ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ടി സിദ്ദിഖ് അതോടൊപ്പം തന്നെ മന്ത്രി AP അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. കാര്യമായിട്ടുള്ള പരിശോധന ഇന്ന് നടക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ ഒരു മൃതദേഹം കണ്ടെത്തിയത് സോൺ 1 നിന്നായിരുന്നല്ലോ. അപ്പം അവിടെ കൂടുതൽ കേന്ദ്രീകരിച്ചാണോ ഇപ്പൊ നിലവിലെ പരിശോധനകൾ മുന്നോട്ട് പോകുന്നത്? അതെ സേതുലക്ഷ്മി, ഇന്നലെ പരിശോധന നടത്തിയ 3, 2 എന്നീ സോണുകളിൽ നിന്നും കൃത്യമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരോടും ഈ അപകട സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന അതിജീവിച്ച ആളുകളോടെല്ലാം തന്നെ സംസാരിക്കുന്നതിൽ ഏത് ഭാഗത്താണ് ഇത്തരത്തിൽ ആളുകൾ കുടുങ്ങാൻ സാധ്യത എന്നതിലൊരു വ്യക്തത വരുത്തുകയും അങ്ങനെ ഒരു ഏകദേശ നിഗമനം ഈ സോൺ 1 ഭാഗത്തായിരിക്കാം ഉണ്ടാവാം എന്നൊരു നിഗമനത്തിലേക്ക് എത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ മേഖല കൂടുതലായി തിരച്ചിലിന് വിധേയമാക്കുകയാണ് നിലവിൽ ചെയ്യുന്നത്. വലിയ യന്ത്രങ്ങൾ, അതായത് JCB അടക്കമുള്ള വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് മാറ്റിക്കൊണ്ട് തന്നെയാണ് ഈ പരിശോധന നടക്കുന്നത്. നേരത്തെ മന്ത്രി പ്രതികരിച്ചപ്പോൾ ഈ മണ്ണിനുള്ളിൽ വലിയ രീതിയിൽ ഈ നിർമ്മാണ പ്രവൃത്തികൾക്ക് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുടെ വാഹനങ്ങളുടെ എല്ലാം തന്നെ അവശിഷ്ടങ്ങളുണ്ട്. അപ്പോൾ ഇവയെല്ലാം മാറ്റി വേണം ഈ പരിശോധന നടത്താൻ. ഇവയ്ക്കിടയിലൊക്കെ ആളുകൾ കുടുങ്ങിക്കിടക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ആ നിലയിലുള്ള പരിശോധനയാണ് സോൺ 1 പുരോഗമിക്കുന്നത്. അത് മാത്രമല്ല ഈ പുഴയിലും കാര്യമായി തന്നെ പരിശോധന നടത്തുന്നുണ്ട്. വലിയ ചെളി വെള്ളം ഉണ്ടായി, വലിയ മലവെള്ളപ്പാച്ചിലുണ്ടായ സാഹചര്യമായിരുന്നു അപകടം നടക്കുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പുഴയിലൂടെ ഒഴുകിപ്പോകാനുള്ള സാഹചര്യവും കണക്കിലെടുത്ത് താഴ്ഭാഗം വരെ പരിശോധന നടത്താനാണ് നിലവിൽ തീരുമാനിക്കുന്നത്. അതായത് ഇന്നലെയും തലേദിവസവും ഉണ്ടായിരുന്ന തിരച്ചിലിനേക്കാളും വ്യത്യസ്തമായി കൂടുതൽ ഇടങ്ങൾ കേന്ദ്രീകരിച്ച്, കൂടുതൽ മേഖലകൾ കേന്ദ്രീകരിച്ച അന്വേഷണം തിരച്ചിൽ വ്യാപിപ്പിക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. കൂടുതൽ ആളുകളെയും തിരച്ചിൽ പങ്കാളികളാക്കിയിട്ടുണ്ട്. ഏകദേശം 500ഓളം പ്രവർത്തകർ അല്ലെങ്കിൽ സേനാംഗങ്ങൾ ഇവിടെ ഈ ഒരു തിരച്ചിലിന്റെ ഭാഗമായിട്ടുണ്ട്. NDRFന്റെ ആണെങ്കിലും ഫയർഫോഴ്സിന്റെ ആണെങ്കിലും പോലീസിന്റെ ആണെങ്കിലും അതോടൊപ്പം തന്നെ ഈ പരിസ്ഥിതി മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഈ സ്ഥലം അറിയുന്ന, ഈ ടെറൈൻ കൃത്യമായി അറിയുന്ന തദ്ദേശമുള്ള ആളുകളെയും ഈ സഹായത്തിനായി കൂടെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ നിലയിലാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്. നിലവിൽ ഇപ്പോഴും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും അടക്കമുള്ള ആളുകൾ അവിടെ പരിശോധന നടത്തുകയാണ്, ആളുകളുമായി സംസാരിക്കുകയാണ്. അതിനുശേഷം ക്യാമ്പിലും ദുരിതാശ്വാസ ക്യാമ്പ് നടക്കുന്ന മേപ്പാടി പോളിടെക്നിക് കോളേജ് അതോടൊപ്പം തന്നെ ക്യാമ്പ് നടക്കുന്നിടത്തും ആശുപത്രിയിലും സന്ദർശനം നടത്തിയതിനു ശേഷം പ്രതിപക്ഷ നേതാവും CPIM സംസ്ഥാന സെക്രട്ടറിയും മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല വിവാദങ്ങളും ഈ അപകടവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ അവരുടെ പ്രതികരണവും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് കരുതുന്നു, വീണ്ടും മഴ ആരംഭിച്ചിട്ടുണ്ട്. ഈ മഴ ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് ഈ തിരച്ചിലിൽ. കാരണം വലിയ മൺകൂനകൾ മാറ്റിയിട്ടാണ് ഈ തിരച്ചിൽ നടത്തേണ്ടത്. അപ്പോൾ അത് ഈ മണ്ണ് കൂടുതലായി ഇളകുകയും ചെളി പുരളുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ തിരച്ചിൽ നടത്തുന്ന ആളുകളുടെ ജീവൻ വരെ ബുദ്ധിമുട്ടിലാകുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ കാലാവസ്ഥ അനുകൂലമാവേണ്ടതുണ്ട്. അപ്പോൾ ആ നിലയിൽ രാവിലെയും മഴയുണ്ടായിരുന്നു, എന്നാൽ ഏറെ നേരം മഴയില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് നടത്തിയ ഊർജിതമായിട്ടുള്ള തിരച്ചിലിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരാളുടെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഈ കൂടുതൽ ഇടങ്ങളിൽ നടത്തുന്ന തിരച്ചിൽ അത് ഗുണകരമാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാനം സോൺ 1 തന്നെ നടത്തുന്ന ആ പരിശോധനയാണ്. അവിടെ നമ്മൾ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ആ മേഖലയിലെല്ലാം തന്നെ ഒരു കുളം, ഒരു കിണർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും അടിയിലേക്ക് അത്രയും മുകളിൽ മണ്ണ് കുമിഞ്ഞു കൂടിയ സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ആ മണ്ണുകൾ പൂർണ്ണമായും മാറ്റി അടിയിൽ ആളുകളുണ്ടോ എന്ന പരിശോധനയാണ് നടത്തേണ്ടത്. അപ്പോൾ അത് വലിയ ഒരു കടമ്പ തന്നെയാണ് കടക്കാനുള്ളത്. അപ്പോൾ കൂടുതൽ ആളുകളെയും കൂടുതൽ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കാലാവസ്ഥയും അനുകൂലമാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ആ തിരച്ചിൽ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് മുൻപോട്ട് വെക്കുന്നത്. അങ്ങനെ ആ നിലയിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. നിലവിൽ എന്തായാലും പാലത്തിലെത്തി അവിടെ ഉണ്ടായിരുന്ന ആളുകളുമായി സംസാരിച്ചതിന് ശേഷം പ്രതിപക്ഷ നേതാവ് തിരികെ വരുന്നുണ്ട്. അദ്ദേഹം ഇനി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാമ്പിലേക്കും അതോടൊപ്പം തന്നെ ആശുപത്രിയിലും എത്തി പരിശോധന നടത്താൻ അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ വെച്ച് അദ്ദേഹം പ്രതികരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചായിരിക്കാം പ്രതികരിക്കാനുള്ള സാധ്യത. എന്തുതന്നെയാണെങ്കിലും അദ്ദേഹം ഇവിടെ നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഇവിടെ മന്ത്രി AP അനിൽകുമാറും
മന്ത്രി ടി സിദ്ദിഖും ഇവിടെയുണ്ട്. കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് അവരിവിടെയുണ്ട്. ആ ഘട്ടത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഗോവിന്ദൻ മാഷ് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖ് അടക്കം അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. വലിയ രാഷ്ട്രീയ വിവാദം അപകടവുമായി സംബന്ധിച്ച് നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഇവിടെ നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്തുന്നത് എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തു തന്നെയാണെങ്കിലും തിരച്ചിൽ കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. അദ്ദേഹം മടങ്ങിപ്പോവുകയാണ്. ഇവിടെ എത്തി കാര്യങ്ങൾ ആളുകളുമായി സംസാരിച്ചതിന് ശേഷം വിലയിരുത്തിയതിന് ശേഷം പ്രതിപക്ഷ നേതാവ് മടങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അദ്ദേഹം ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചായിരിക്കും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുക. കാരണം ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെയും അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളെയും നേരിൽ കണ്ട് കാര്യങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനുശേഷമായിരിക്കും ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മഴ ഉള്ള സാഹചര്യമാണുള്ളത്. അപ്പോൾ തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. തിരച്ചിലിനെ അതിപ്പോൾ കാര്യമായി ബാധിച്ചിട്ടില്ല. ചെറിയ തോതിലാണ് മഴ ഉള്ളത്. കാര്യമായി തന്നെ തിരച്ചിൽ പുരോഗമിക്കും. ഇന്ന് കൂടുതൽ ആളുകളെ കണ്ടെത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയും ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. മന്ത്രിമാരും അക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. അതിന്റെ കാരണം ഇന്നലെ നടത്തിയ തിരച്ചിലിൽ കാര്യമായി ഒന്നും കണ്ടെത്താൻ സാധിക്കാത്തതും കൂടുതൽ സാധ്യത ഈ സോൺ 1 ഇപ്പോൾ കൂടുതലായി തിരച്ചിൽ നടക്കുന്ന സോൺ 1 കൂടുതൽ സാധ്യത ആളുകളെ കണ്ടെത്താനുള്ള സാധ്യത ഉണ്ട് എന്നൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ ആ മേഖലയിൽ വ്യാപകമാക്കിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ആളുകളെ ഇനിയും 4 ആളെയാണ് കണ്ടെത്താനുള്ളത്. കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് തിരച്ചിലിന് നേതൃത്വം നൽകുന്ന ആളുകൾ വ്യക്തമാക്കുന്നത്. കൂടുതൽ JCB മണ്ണുമാന്തി യന്ത്രങ്ങൾ, വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടാണ് ഈ പരിശോധനകൾ നടക്കുന്നത്. ഇന്നലെ ഈ പല മേഖലകളിലും കെടാവർ നായകളെത്തി അവിടെ പരിശോധന നടത്തുമ്പോൾ പല മേഖലകളിലും മനുഷ്യ സാന്നിധ്യം ഉള്ളതായി മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മേഖലകളും കേന്ദ്രീകരിച്ച് പരിശോധന നടത്തും. ഏറ്റവും കൂടുതൽ പരിശോധന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇടങ്ങളിൽ ഇന്ന് പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. പുഴയുടെ താഴ്ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ 4 സോണുകളിൽ നടക്കുന്നു. മറ്റിടങ്ങളിലും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണുമാന്തിയുള്ള പരിശോധന നടക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഇടങ്ങളിൽ നടക്കുന്ന പരിശോധനയിൽ ആളുകളെ കണ്ടെത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ദുരന്ത ഭൂമിയിൽ വയനാട്ടെ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എത്തി കാര്യങ്ങളൊക്കെ നേരിൽ കണ്ടു. മന്ത്രിമാരുമായിട്ടൊക്കെ സംസാരിച്ചു. നിലവിലെ തിരച്ചിൽ പുരോഗമിക്കുന്നത് എങ്ങനെയാണെന്ന് നേരിൽ കണ്ടറിഞ്ഞു. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്നും തിരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഉണ്ടായിരുന്നു. വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖ് ഉണ്ടായിരുന്നു. അതേപോലെ MV ജയരാജൻ ഉണ്ടായിരുന്നു. മറ്റ് നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട്. മന്ത്രിമാരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അവിടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. തിരച്ചിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്.